Dear students, today I discuss mainly two topics. First one is some additional informations about brain and its structure and functions. Then second topic, structure and functions of spinal cord and its actions. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട ബ്രെയിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് കൂട്ടത്തിൽ കുറച്ചും കൂടി പോയിന്റുകൾ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സുഷുപ്നയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ഘടനയും ധർമ്മങ്ങളും അതെന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ശരീരത്തിൽ സുഷുപ്നയുടെ അഥവാ സ്പൈനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കൂടുതലായിട്ട് ബ്രെയിനെ കുറിച്ച് ഏതാനും ആശയങ്ങൾ, സം അഡീഷണൽ പോയിന്റ്സ് റിലേറ്റഡ് ടു ബ്രെയിൻ സെന്റർ ഓഫ് ദി നെർവസ് സിസ്റ്റം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ടു പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പൈനൽ കോഡ്, മസ്തിഷ്കവും സുഷുപ്നയും. ഇതുമായി ബന്ധപ്പെട്ട ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആശയങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ, ജസ്റ്റ് മാഷ് ഒന്ന് അത് മെൻഷൻ ചെയ്തു പോകുന്നു. പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി ഹാർഡ് സ്കൾ covered by three-layered meninges. CSF is filled with in the inner membranes and ventricles of the brain. അപ്പോൾ എങ്ങനെയാണ് ബ്രെയിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഒരു ഹാർഡ് സ്കൾ, അതായത് തലയോട് അഥവാ കപാലം എന്ന് പറയുന്ന ഒരു അസ്ഥി പേടകത്തിന്റെ ഉള്ളിലാണ് ബ്രെയിൻ, മസ്തിഷ്കം സംരക്ഷിച്ചിരിക്കുന്നത്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു 3 പാളിയുള്ള ഒരു പൊതിച്ചിലുണ്ട്, കവറിങ്സ് ഉണ്ട്. അതിന്റെ പേരാണ് മെനിഞ്ചസ്. ശ്രദ്ധിക്കുക, നമ്മളിനി നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന, അതിനും ഇതേപോലെയുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ട്. നമ്മൾ അവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിലും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. അവിടെ നട്ടെല്ല്, വെർട്ടിബ്രയുടെ ഉള്ളിലൂടെയാണ് സ്പൈനൽ കോഡ്, സുഷുപ്ന കടന്നു പോകുന്നത്. അപ്പൊ അതും ഒരു അസ്ഥിയാണ്. ഇവിടെ തലച്ചോറ് അഥവാ ബ്രെയിൻ സ്കള്ളിന്റെ ഉള്ളിലാണ്. ദെൻ CSF is filled within the inner membranes and ventricles of the brain. ഈ മെനിഞ്ചസിന്റെ ലെയറുകളുടെ ഉള്ളിലും ബ്രെയിന്റെ, മസ്തിഷ്കത്തിന്റെ ഉള്ളിലുള്ള ചില വിടവുകളുണ്ട്. വെൻട്രിക്കിൾസ് എന്ന് പറയുന്ന ചില അറകളുണ്ട്. ആ അറകളുടെ ഉള്ളിലൊക്കെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, തുടർന്ന് ഇവിടെ പറയുകയും ചെയ്യും. ഇതേ CSF തന്നെ, ഇതിന്റെ പേര് തന്നെ CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ എന്ന് പറഞ്ഞാൽ സെറിബ്രോവുമായി ബന്ധപ്പെട്ടത്, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടത്. സ്പൈനൽ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് അഥവാ സുഷുപ്നയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ രണ്ട് സ്ഥലത്തും കാണുന്ന ദ്രാവകം ഇതേ ദ്രാവകം തന്നെ CSF സ്പൈനൽ കോഡ് അഥവാ സുഷുപ്നയുടെ സെൻട്രൽ പാർട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കനാലുണ്ട്, ഒരു ചാലുണ്ട്. സെൻട്രൽ കനാൽ എന്നാണ് അതിന്റെ പേര്. അതിലും ഈ ദ്രാവകം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് CSF അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന പേര് കിട്ടിയത്. ദെൻ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSFന്റെ മേജർ ഫങ്ഷൻസ്: ദി ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ബ്ലഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ, റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ, പ്രൊട്ടക്ട് ബ്രെയിൻ ഫ്രം മെക്കാനിക്കൽ ഷോക്ക് ആൻഡ് ഇഞ്ചുറീസ്. ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഇതേ ആക്ഷൻസ് തന്നെ സ്പൈനൽ കോഡിലും CSFന് ചെയ്യാനുണ്ട്. ബ്ലഡിൽ നിന്നും ഉണ്ടാകുന്നു, CSF ബ്ലഡിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്തു പോകുന്നു. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ തന്നെ ഏതാണ്ട് ഇതേപോലെ ബ്ലഡിൽ നിന്ന് ഉണ്ടായി തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്ന ഒരു പദാർത്ഥത്തിനെ കുറിച്ച്, ഒരു ദ്രാവകത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബ്രെയിനിൽ രൂപപ്പെടുന്ന ഫ്ലൂയിഡ്. അത് ബ്ലഡിൽ നിന്ന് രൂപപ്പെടുന്നു, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്തു പോകുന്നു.
ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ടിഷ്യൂസ് അതുപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും പോഷകങ്ങളും ഓക്സിജനും നൽകുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെ ഉള്ളിലുള്ള പ്രഷർ നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ മെക്കാനിക്കൽ ഷോക്ക് ആൻഡ് ഇഞ്ചുറീസ്, പരുക്കുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നും ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് CSFന്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആനിമേഷൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ദെൻ പാർട്സ് ഓഫ് ബ്രെയിൻ, 5 മേജർ പാർട്സ് ബ്രെയിൻ ഉണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോംഗേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കുറച്ച് വീഡിയോസും ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ സെറിബ്രം, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ഹാവിംഗ് 2, നമ്മുടെ പ്രധാനമായിട്ടും സെറിബ്രത്തിൽ ഇപ്പൊ നമ്മളിവിടെ കാണാം, ഈ സ്ക്രീനിൽ നമുക്ക് കാണാം, ഏറ്റവും 5 ഭാഗങ്ങളിൽ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതിന് 2 ഹെമിസ്ഫിയേഴ്സ്, 2 ഭാഗമായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. 2 ഇതളുകൾ പോലെയാണ് അത് നിൽക്കുക. ഔട്ടർ സർഫസിനെ കോട്ടക്സ് എന്നും ഇന്നർ പാർട്ടിനെ മെഡുല്ല എന്നും പറയും. ദെൻ കോട്ടക്സ് ഈസ് ഗ്രേ മാറ്റർ ആൻഡ് മെഡുല്ല ഈസ് വൈറ്റ് മാറ്റർ. അതായത് എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ എന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. മൈലിൻ ഷീത്തോട് കൂടി കാണപ്പെടുന്ന ന്യൂറോൺസ്, നാഡീകോശം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെളുത്ത നിറത്തിൽ കാണും, അതാണ് വൈറ്റ് മാറ്റർ. നാഡീകോശത്തിന്റെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്നത് സെൽ ബോഡിയും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ഒക്കെയുള്ള ആ ഭാഗങ്ങൾ ഗ്രേ നിറത്തിൽ കാണപ്പെടും, അതാണ് ഗ്രേ മാറ്റർ. ഇവിടെ സെറിബ്രത്തില് വൈറ്റ് മാറ്റർ മെഡുല്ലയിലാണ്, ഉള്ളിലാണ്. ഗ്രേ മാറ്റർ പുറത്താണ്, കോട്ടക്സിലാണ്. അപ്പൊ ഒരു ഗ്രേയിഷ് നിറത്തിലാണ് ഒറ്റ നോട്ടത്തില് ബ്രെയിനെ നമുക്ക് മനസ്സിലാകുക. ദെൻ ഇവയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെന്റർ ഫോർ തോട്ട്, ഇന്റലിജൻസ്, അതുപോലെ തന്നെ മെമ്മറി, ഇമാജിനേഷൻ, സെൻസേഷൻ, സ്പീച്ച് എക്സെട്ര. അതായത് ഓർമ്മ, ഭാവന, ബുദ്ധി, ചിന്താശക്തി, അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങള്, ഇന്ദ്രിയ അനുഭവങ്ങള്, ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങള് മസ്തിഷ്കത്തിലുള്ളത് സെറിബ്രത്തിലാണ്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഈസ് സെറിബെല്ലം. ഇത് സീൻ ബിഹൈൻഡ് ദി സെറിബ്രം. സെറിബ്രത്തിന് ശേഷം കാണപ്പെടുന്ന, സെറിബ്രത്തിനെ തുടർന്ന് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സെറിബെല്ലം. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് 2 ദളങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുക. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, 2 ദളങ്ങൾ. ഇപ്പൊ നമ്മൾ കൈ കുപ്പിയിരിക്കുന്ന പോലെ ഇതൊരു ദളം, ഇത് മറ്റൊരു ദളം. ഈ ഒരു ആകൃതിയിലാണ് അത് കാണപ്പെടുക. ഇത് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി, അതാണ് സെറിബെല്ലത്തിന്റെ മെയിൻ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനനില പാലിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു മെയിൻ ഫങ്ഷനാണ് സെറിബെല്ലത്തിനുള്ളത്. ഇനി തേർഡ് പാർട്ട് തലാമസ്. ഇവിടെ തലാമസ് നമ്മൾ മെഡുല്ല ഒബ്ലോംഗേറ്റ നമ്മൾ സാധാരണ ഓർഡറിൽ പറയാറുണ്ട്. ജസ്റ്റ് തലാമസ് പറഞ്ഞിട്ട് നമുക്ക് പോകാം. സീൻ ബിലോ ദി സെറിബ്ര, ആ ഓർഡറിലാണ്, ആ കാണപ്പെടുന്നതിന്റെ ഓർഡറിലാണ് നമുക്ക് ഇപ്പോൾ ഈ സ്ലൈഡ് നമ്മൾ കാണുന്നത്. സെറിബ്രത്തിന്റെ താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. വർക്ക് ആസ് എ റിലേ സ്റ്റേഷൻ, ഒരു റിലേ സ്റ്റേഷനായിട്ട് ഒരു പുനഃപ്രസരണ കേന്ദ്രം. അതായത് ഇമ്പൾസുകൾ, ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് തലാമസിലാണ്. തലാമസിൽ നിന്നാണ് സെറിബ്രത്തിലേക്ക് കടത്തിവിടുക. അതുപോലെ സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങൾ, ഇമ്പൾസുകൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്നതും ഇതിലൂടെയാണ്. അപ്പൊ ഒരു റിലേ സ്റ്റേഷനാണ്. ആ ഇമ്പൾസുകളെ സ്വീകരിച്ച് അതിനെ കടത്തിവിടുന്ന ഒരു പുനഃപ്രസരണ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷനാണ്. അതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് തലാമസിലുള്ളത്. ആ ഭാഗം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുകൊണ്ട് മാഷ് അത് കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്തു പോകുന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ്. സീൻ ബിലോ ദി തലാമസ്, തലാമസിന് താഴെയായി കീഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്, ഇതാണ് നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം. അതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ താപനിലയുടെ ക്രമീകരണവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ലവണ ജല തുലനാവസ്ഥ,
നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിന്റെ അളവ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്ന അതാണ് ആന്തര സമസ്ഥിതി പാലനം. അതാണ് ഹൈപ്പോതലാമസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിത്രത്തിൽ നമുക്ക് കാണാം. ഇവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തലാമസിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് വിശദമായിട്ട് ഹൈപ്പോതലാമസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ഒരു ഗ്ലാൻഡ് കൂടിയാണ് ഹൈപ്പോതലാമസ്. നമ്മൾ അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പഠിക്കും. ദെൻ ലാസ്റ്റ് പാർട്ട് മെഡുല്ല ഒബ്ലോംഗാറ്റ. The rod-shaped structure seen below cerebrum near the cerebellum. സെറിബ്രത്തിന്റെ താഴെയായി സെറിബെല്ലത്തിന്റെ അടുത്തായി കാണപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗാറ്റ. മെഡുല്ല ഒബ്ലോംഗാറ്റയെ തുടർന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന. മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ തുടർച്ചയാണത്. ശ്രദ്ധിക്കുക, സെന്റർ ഓഫ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, വോമിറ്റിംഗ് എക്സെട്ര. അതായത് നമ്മുടെ ശരീരത്തിൽ അനൈശ്ചിക പ്രക്രിയ, ഇൻവോളണ്ടറി എന്ന് പറയുന്നത്, വോളണ്ടറി എന്ന് പറയുന്നത് ഐശ്ചികം, നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു, നമുക്ക് തോന്നുന്നു, നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഇൻവോളണ്ടറി അഥവാ അനൈശ്ചിക ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, ഉള്ളിൽ നടക്കുന്ന, ആന്തരാവയവങ്ങളിൽ നടക്കുന്ന എല്ലാ ആക്ഷൻസും ആക്ടിവിറ്റീസും ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. സച്ച് ആസ് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, വോമിറ്റിംഗ് എക്സെട്ര. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്ന കാര്യം, ബൈക്ക് യാത്രയിൽ ഹെൽമെറ്റ് ധരിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ട്. ഹെൽമെറ്റ് നമ്മൾ നിയമത്തിനെ, പോലീസുകാര് നമ്മളെ ചാർജ് ചെയ്യുന്ന പേടിച്ചിട്ട് ധരിക്കേണ്ടതല്ല. ഹെൽമെറ്റ് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ഈ ഹെൽമെറ്റ് നമ്മുടെ നമ്മൾ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ സാധാരണ തലയിടിച്ച് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് തലയിടിച്ച് വീഴുമ്പോൾ ഈ മെഡുല്ല ഒബ്ലോംഗാറ്റ എന്ന് പറയുന്ന ഭാഗം നമ്മളിന്നാണ്, ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗാറ്റ എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗം സംരക്ഷിക്കാനാണ് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നല്ല, മെഡുല്ല ഒബ്ലോംഗാറ്റയ്ക്ക് ഏൽക്കുന്ന ചെറിയ ഒരു ഇഞ്ചുറി പോലും, ക്ഷതം പോലും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവും. കാരണം എന്താ, നമ്മൾ നോക്കിയേ, മെഡുല്ല ഒബ്ലോംഗാറ്റയുടെ ഫങ്ഷൻസ് നോക്കിയേ, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന മെഡുല്ല ഒബ്ലോംഗാറ്റയാണ്. അപ്പൊ ചെറിയൊരു ക്ഷതം ഈ പറയുന്ന ആക്ഷൻസ് നിൽക്കാൻ സാധ്യതയുണ്ട്. ആ ആക്ഷൻസ് നിന്നാൽ നമ്മൾ മരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിവിടെ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ മുതൽ ഇതുവരെ പറഞ്ഞതിൽ ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായിരുന്നു. ഇനി ഇവിടുന്ന് മെഡുല്ല ഒബ്ലോംഗാറ്റയും തുടർന്ന് സ്പൈനൽ കോഡും ഒക്കെ നേരെ തിരിച്ചാണ്. വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമാണ്. അപ്പൊ ഒരു വെള്ള നിറത്തിലാണ് ഇത് കാണപ്പെടുക. നമുക്ക് ഇപ്പോൾ ഒരു മസ്തിഷ്കം, ബ്രെയിനിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. ബ്രെയിനിന്റെ ഒറിജിനൽ ബ്രെയിൻ ആണ് അത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ് ബ്രെയിനിന്റെ ഫോട്ടോ. തുടർന്ന് നമുക്ക് അറവുശാലയിൽ നിന്നും ശേഖരിച്ച ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിന്റെ ഒരു ക്ലാസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ കാണുക. വലിയ ഭാഗങ്ങൾ ഇതാണ് സെറിബ്രം. ധാരാളം മടക്കുകളും ചുളുക്കുകളുമുള്ള ഈ ഭാഗത്താണ് സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ താഴെ കിടക്കുന്ന ഈ ഭാഗം നോക്കുക, ഈ ധാരാളം ചുളിവുകളുള്ള ഈ ഭാഗം, ഇതില് ചാലുകളാണ്, ചുളിവുകളെക്കാൾ കൂടുതൽ ആണ് സെറിബ്രം. അതായത് ഭംഗിയായിട്ട് ഇരിക്കേണ്ടതാണ്. അത് നമുക്ക് അത് ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. പിന്നെ അതിന്റെ തുടർച്ചയായി കാണുന്ന ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോംഗാറ്റ. ഇത് താഴേക്ക് പോകുമ്പോഴാണ്, നട്ടിനുള്ളിലേക്ക് പോകുമ്പോഴാണ് ഇതിനെ സ്പൈനൽ, അതായത് സ്പൈനൽ കോഡിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ 3 മേജർ പോർഷൻസ്: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോംഗാറ്റ. പിന്നെ നമ്മൾ ഇതിന്റെ പുറമേക്ക് കാണുന്ന മാറ്ററാണ് അല്ലെ, അതിനകത്ത് പറഞ്ഞിരുന്നു. പുറമേക്ക് കാണുന്നത് ഗ്രേ മാറ്റർ ആണ്, അതിന്റെ ഉൾഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം അത് വൈറ്റ് മാറ്റർ ആയിട്ട് കാണുന്നത്. ഗ്രേ മാറ്റർ എന്ന് പറയാൻ കാരണം ഇതിന്റെ പുറംഭാഗത്ത് നിറച്ചും കൂടുതലായി കാണുന്നത് ന്യൂറോണുകളാണ്. അതുകൊണ്ടാണ് ഈ പുറം ഭാഗത്തിന് ഗ്രേ കളർ വന്നിരിക്കുന്നത്. ഇനിയും അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ പറഞ്ഞു, സുഷുപ്നയുടെ, ദാറ്റ് മീൻസ് മെഡുല്ല ഒബ്ലോംഗാറ്റയുടെയും സ്പൈനൽ കോഡിന്റെയും ഭാഗത്ത് വരുമ്പോൾ അത് പുറമെ വൈറ്റ് മാറ്ററും ഉള്ളിൽ ഗ്രേ മാറ്ററുമാണ്. അത് ആ കളർ വ്യത്യാസം നമുക്ക് കാണാം കേട്ടോ. ഇവിടെ പുറമേക്ക്
ഇത് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന മൈലിൻ ഷീത്ത് ധാരാളമുള്ള എക്സസ് ആയിട്ട് കാണുന്ന പോർഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വൈറ്റ് മാറ്റർ. ന്യൂറോണുകൾ ഏറ്റവും കൂടുതലുള്ള ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയും. ഇനി നമുക്ക് ഇനി അത് കാണാൻ, പിന്നെ ഈ സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് ആണ്. മെയിൻ ഫങ്ഷനാണ് മെമ്മറി, ഇമാജിനേഷൻ, മറ്റ് ധാരാളം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഈ ഇമ്മീഡിയറ്റ് ഒരു 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 ഡാമേജ് മെഡുല ഒബ്ലോങ്കേറ്റ് വന്നാൽ ആ സെക്കൻഡിൽ നമുക്ക് ഡെത്ത് സംഭവിക്കും. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാങ്ങിങ് അൻറ്റിൽ ഡെത്താണ്. മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഡെത്ത്. അവിടെ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ മെഡുല ഒബ്ലോങ്കേറ്റ പൊട്ടും. ബ്രെയിനുമായിട്ടുള്ള ആ ഫങ്ഷൻ പെട്ടെന്ന് വിടും. ആ അറ്റ് സെക്കൻഡിനുള്ളിൽ എന്ത് പറ്റും? ബ്രെയിൻ ഡെത്ത്. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു തമാശയ്ക്ക് പോലും നമ്മുടെ കഴുത്തിന്റെ പിൻഭാഗത്ത് അടിക്കാൻ പാടില്ല. കാരണം നമ്മൾ അടിക്കുന്ന അടിയുടെ ആഘാതം എത്രത്തോളം മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഏൽക്കുന്നു, ആ സെക്കൻഡിൽ ഡെത്ത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കാനായിട്ട് എപ്പോഴും സൂക്ഷിക്കണം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്താൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇതാണ് ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം. കണ്ടോ? മെഡുല ഒബ്ലോങ്കേറ്റയും. ഇനി നമുക്ക് കാണേണ്ടത് ഇതാണ്. ഇതിന്റെ ഇന്നർ ഭാഗം കണ്ടോ? വൈറ്റ് കളർ കണ്ടോ? വൈറ്റ് കളർ. ഇനി ഈ ഭാഗമാണ് അതിലെ ഇത് നെർവ്, ഈ മെഡൽ സെറിബ്രത്തിനെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങളാണ്. കണ്ടോ? വൈറ്റ് മാറ്റർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പൊട്ടിപ്പോയി രണ്ട് ഭാഗമായിട്ട്. അത് എടുത്താൽ ശരിയായില്ല. ഓക്കെ, സാരമില്ല. ഇതാണ് തലാമസ് എന്ന് പറയുന്നത്. തലാമസ്. ഈ തലാമസ് ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. നിങ്ങൾ നോക്കൂ പുസ്തകത്തിൽ. തലാമസ് seen at the interior of the brain is working as a station of the relay station of the impulses. എന്താ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്? നിങ്ങളുടെ വീടുകളിലൊക്കെ കേബിൾ വരുന്നുണ്ടാവും അല്ലേ? കേബിള് വരുമ്പോൾ അതിന്റെ ഡിഷ് ഇരിക്കുന്ന വളരെ ദൂരെ എവിടെയോ ഒരു സ്ഥലത്തായിരിക്കും. കുറേ ദൂരത്തേക്ക് കേബിൾ വലിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു പെട്ടി കാണും. ഇപ്പം നിങ്ങളെ വീട്ടിൽ പറയുകയാണത്, സാറേ ഇന്ന് ഞങ്ങൾക്ക് കേബിൾ കിട്ടിയില്ല, ആ ഗ്രെയിൻസ് ആണ്. അപ്പോൾ ആ കേബിളുകാരൻ വന്നിട്ട് ഏതെങ്കിലും നിങ്ങളുടെ പരിസരത്തുള്ള വീടിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റേ കയറി ഒരു നോബൽ തിരിക്കും. തിരിച്ചു കഴിയുമ്പോൾ വന്ന് ചോദിക്കും, ശരിയായോ? അപ്പോൾ ശരിയാവും. അപ്പോൾ അതൊരു റിലേറ്റേഷനാണ്. അതായത് എവിടെ നിന്നെങ്കിലും ഒരു ഇമ്പൾസ് വന്നു കഴിയും, കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ആ ഇമ്പൾസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. എന്നാലേ വീണ്ടും അത് പഴയ സ്ട്രെങ്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ സഹായിക്കുന്ന സ്റ്റേഷനെയാണ് നമ്മൾ റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ കാലിൻ്റെ അറ്റത്തു നിന്ന് വരുന്ന ഇമ്പൾസ് അത് ബ്രെയിനിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലെ അതിൻ്റെ ഇമ്പൾസ് അതേ സ്ട്രെങ്തിൽ തന്നെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് തലാമസ്. ആ തലാമസിന് താഴെ ഉള്ള ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഈ രണ്ടെണ്ണം. ഈ ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെയിൻ്റെനൻസ്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഹൈപ്പോ തലാമസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് ദ ഹീമോസ്റ്റാറ്റിസ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു സമസ്ഥിതിയുണ്ട്. ബാലൻസിങ്ങിന്, വാട്ടറിൻ്റെ ബാലൻസിങ്, സോൾട്ടിൻ്റെ ബാലൻസിങ്. ആ ബാലൻസിങ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിങ് അല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ചില ബാലൻസിങ് ഉണ്ട്. വസ്തുക്കളുടെ സബ്സ്റ്റൻസിന്റെ ബാലൻസ്, ആ ബാലൻസിങ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഹൈപ്പോ തലാമസ്. ഈ മേജർ 5 പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺസ് അഗെയിൻ ദ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, അതിന്റെ തുടർച്ചയായുള്ള സ്പൈനൽ കോഡ്, then thalamus and hypothalamus. Okay, I think you can understand everything. ഒരു പോർഷൻ ലൈവായിട്ട് കാണാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ.
തുടർന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സ്പൈനൽ കോഡ്, കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സുഷുപ്ന, അതിൻ്റെ ഘടനയും ധർമ്മവും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദി സ്പൈനൽ കോഡ് ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി മെഡുല്ലോ ഒബ്ലോംഗാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രെയിനിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ മെഡുല്ലോ ഒബ്ലോംഗാറ്റ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയാണ്, കണ്ടിന്യൂഷനാണ് സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന. ദി സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വെർട്ടിബ്രൽ കോളം. നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നട്ടെല്ല് സുഷുപ്നയ്ക്ക് സ്പൈനൽ കോഡിന് ഒരു പ്രൊട്ടക്ഷനാണ്. ലൈക്ക് ദി ബ്രെയിൻ, ദി സ്പൈനൽ കോഡ് ഈസ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. നമ്മളവിടെ പറഞ്ഞിരുന്നു, മസ്തിഷ്കത്തിലുള്ളതുപോലെ തന്നെ സുഷുപ്നയ്ക്കും സ്പൈനൽ കോഡിനും ഒരു 3 ലെയേർഡ് കവറിംഗ് ഉണ്ട്. അതാണ് മെനിഞ്ചസ്. ദി സെൻട്രൽ കനാൽ സീൻ ഇൻ ദി സെന്റർ ഓഫ് ദി സ്പൈനൽ കോഡ് ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതാണ് സെൻട്രൽ കനാല്. അതിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ഇൻ ദി സ്പൈനൽ കോഡ് വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ്. നേരെ തിരിച്ചാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബ്രെയിനിൽ നിന്നും ബ്രെയിനിന്റെ ഭാഗങ്ങളിൽ മെഡുല്ലോ ഒബ്ലോംഗാറ്റയും സ്പൈനൽ കോഡും, വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമാണ്. പിന്നെ ക്രോസ് സെക്ഷനാണ് സ്പൈനൽ കോഡ്, ക്രോസ് സെക്ഷനാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ പേജാണ് നമ്മൾ കാണുന്നത്, ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് നിങ്ങളുടെ സയൻസ് ഡയറി അടുത്ത് വെച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് വീഡിയോയ്ക്ക് ശേഷവും നിങ്ങൾ ഈ ഭാഗം നന്നായി വായിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ കുറേ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളത് നിങ്ങളത് കുറിക്കണം. ഇവിടെ 31 pairs of spinal nerves arising from the spinal cord, a dorsal root and ventral root. കണ്ടോ, ഈ ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനിമേഷൻസ്, അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള ആനിമേഷൻസ് മാഷ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, ഇതാണ് സ്പൈനൽ നെർവ്, സുഷുപ്ന നാഡി. ഈ സുഷുപ്ന നാഡി 2 ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഒരു ശാഖയാണ് ഡോർസൽ റൂട്ട്, മറ്റൊരു ശാഖയാണ് വെൻട്രൽ റൂട്ട്. സെൻസറി ഇമ്പൾസുകളെ, സംവേദ ആവേഗങ്ങളെ സുഷുപ്നയിലേക്ക് എത്തിക്കുന്നതാണ് ഡോർസൽ റൂട്ട്. സുഷുപ്ന ഉണ്ടാക്കുന്ന മോട്ടോർ ഇമ്പൾസുകളെ, പ്രേരക ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നതാണ് വെൻട്രൽ റൂട്ട്. സ്പൈനൽ നെർവിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അത് മിക്സഡ് നെർവാണ്, സമ്മിശ്ര നാഡിയാണ്. ഒരേ സമയം സംവേദ ആവേഗങ്ങളെയും, അതായത് സെൻസറി ഇമ്പൾസുകളെയും, ഒപ്പം തന്നെ പ്രേരക ആവേഗം അഥവാ മോട്ടോർ ഇമ്പൾസുകളെയും ഒരേപോലെ വഹിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്പൈനൽ നെർവുകൾക്കുണ്ട്. അപ്പോൾ സ്പൈനൽ നെർവുകളെല്ലാം തന്നെ മിക്സഡ് നെർവസിന് ഉദാഹരണങ്ങളാണ്, സമ്മിശ്ര നാഡികളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, സെൻട്രൽ കനാൽ. തുടർന്ന് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ 3 ഇൻഡിക്കേറ്റർ നോട്ടുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, മാഷ് തന്ന നോട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. എങ്കിൽ കൂടി നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വർക്ക് നിങ്ങൾ ചെയ്യണം. പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്, ഫോർമേഷൻ ഓഫ് ദി സ്പൈനൽ നെർവ്, അതായത് സ്പൈനൽ കോഡിന്റെ സുഷുപ്നയുടെ സംരക്ഷണം എന്താണ് എന്നുള്ളത് ഒരു കുറിപ്പായിട്ട് എഴുതണം. ഫോർമേഷൻ ഓഫ് ദി സ്പൈനൽ നെർവ്സ്, അതായത് സ്പൈനൽ നെർവിന്റെ ഫോർമേഷൻ, ഉത്ഭവം, അത് എങ്ങനെയാണ് എന്ന് ഇവിടെ നമ്മൾ നോട്ടായിട്ട് എഴുതണം. ദെൻ ഫങ്ഷൻസ് ഓഫ് ദി സ്പൈനൽ കോഡ്, സുഷുപ്നയുടെ ധർമ്മങ്ങളും നിങ്ങൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആനിമേഷൻസ് നിങ്ങൾക്കിപ്പോൾ കാണാം. Spinal cord is seen as continuation of the medulla oblongata of brain. Spinal cord is protected inside the vertebral column and is covered by meninges. White matter is seen on the outer side and grey matter is seen in the inner side. 31 pairs of spinal nerves arise from the spinal cord. Each spinal nerve is connected to the spinal cord through dorsal root and ventral root. Sensory impulses reach the spinal cord through the dorsal root. Motor impulses
pass out of the spinal cord through the ventral root. Impulses from different parts of the body are transmitted to the brain through the spinal cord. Spinal cord coordinates rapid and repeated movements during walking, running, etc. സുഷുമ്ന. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന മസ്തിഷ്ക ഭാഗത്തിന്റെ തുടർച്ചയായി കാണുന്ന ഭാഗം. നട്ടെല്ലിനുള്ളിൽ മെനിഞ്ചസ് എന്ന ആവരണത്തിനകത്ത് സംരക്ഷിച്ചിരിക്കുന്നു. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന 31 ജോഡി സുഷുമ്ന നാഡികളുണ്ട്. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നീ ശാഖകൾ വഴി ഓരോ സുഷുമ്ന നാഡിയും സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ട് വഴിയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുന്നത് സുഷുമ്ന വഴിയാണ്. നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. സുഷുമ്നയുടെ ഘടന. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നീ ശാഖകൾ വഴി ഓരോ സുഷുമ്ന നാഡിയും സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ട് വഴിയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. തുടർന്ന് നമ്മൾ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട, സുഷുമ്നയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷനെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജിലുള്ള ഒരു ആക്ഷൻ, ഒരു കുട്ടി അറിയാണ്ട് മുള്ള് അല്ലെ കാലിൽ തറച്ചു, കാല് പിൻവലിക്കുന്നു, മുഖത്തേക്ക് ഒരു ഈച്ച പറന്നു വരുമ്പോൾ മുഖം വെട്ടിക്കുന്നു. അങ്ങനെ 2 ആക്ഷൻസ്, ഡിഫറെന്റ് റെസ്പോൺസസ്, പ്രതികരണങ്ങളാണത്. അതിവിടെ കാണുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവർക്ക് അത് നമ്മൾ വായിച്ചു നോക്കി നമുക്ക് അതറിയാം. ഇതിന്റെ കുറച്ച് സവിശേഷതകളെ കുറിച്ചൊക്കെ, പെക്കുലാരിറ്റീസിനെ കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നുണ്ട്. ദെൻ നമുക്കിപ്പോൾ അത് തുടർന്ന് നമ്മൾ അതൊരു ചോദ്യം, ക്വസ്റ്റ്യൻസ് പോലെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. നമുക്കത് ക്ലാസ് റൂം സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാം. ദി accidental and involuntary responses towards stimuli are called reflex actions. They do not happen consciously. അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ അറിയാണ്ട് നമ്മുടെ കൈ ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ നമ്മൾ കൈ പെട്ടെന്ന് നമ്മൾ പിൻവലിക്കും. ആ പിൻവലിച്ചതിന് ശേഷമാണ് ചൂടുണ്ടായിരുന്നില്ലേ എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുക. അപ്പോഴത്തേക്കും നമ്മുടെ കൈ പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷൻസ് അവിടെ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടികൾ കണ്ടില്ലേ, നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പം തൊടാണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് മൂർച്ചയുള്ള വസ്തു, കല്ലോ മുള്ളോ കാലുമ്പോൾ തറയ്ക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ കാല് മുകളിലേക്ക് വലിക്കും. എന്നിട്ടാണ് നമ്മൾ താഴ്ത്തിക്ക് നോക്കുക. അപ്പോഴത്തേനും കാല് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ താഴ്ത്തിക്ക് നോക്കുക. മുള്ളുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ കുപ്പിച്ചിലുണ്ടായിരുന്നു അല്ലേ എന്നുള്ള ആ ഒരു ബോധം നമ്മൾ പിന്നീടാണ്. പക്ഷെ ആ കാല് പിൻവലിക്കുക ആ ബോധം നമുക്കില്ല. അതാണ് പറയുന്നത് ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. അപ്പോൾ ദി ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി, അതായത് ഉദ്ദീപനത്തിനനുസരിച്ച് അനൈശ്ചികമായും, എന്ന് വെച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അതാണ് അനൈശ്ചികം അഥവാ ഇൻവോളണ്ടറി. അനൈശ്ചികമായും ആകസ്മികമായും പെട്ടെന്ന് തന്നെ നടക്കുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ പ്രതികരണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ, റിഫ്ലക്സ് പ്രവർത്തനം. ദി ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ് സ്റ്റിമുലൈ ആർ കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. ഇത് ബോധപൂർവ്വം പിന്നീട് നമുക്ക് ബോധമുണ്ട്. അപ്പൊ ഇതിന്റെ ആക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡാണ്, സുഷുപ്നയാണ്. സുഷുപ്നയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്.
സുഷുമ്നയിൽ അല്ലാണ്ട് പ്രവർത്തനം നടക്കുന്ന റിഫ്ലക്സുകളും ഉണ്ട്. രണ്ട് തരം റിഫ്ലക്സുകളും ഉണ്ട്. സ്പൈനൽ റിഫ്ലക്സും ഉണ്ട്, സെറിബ്രൽ റിഫ്ലക്സും ഉണ്ട്. അതായത് സുഷുമ്ന കേന്ദ്ര കഥാപാത്രമായിട്ട് നടക്കുന്ന റിഫ്ലക്സ് ആക്ഷൻസ് അഥവാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സെറിബ്രം, ഇപ്പൊ നമ്മളിപ്പോ ഈ കണ്ട രണ്ട് ആക്ഷൻസിൽ, നമ്മൾ മുകളിൽ കാണുന്ന രണ്ട് ചിത്രത്തിൽ ഇപ്പൊ തന്നെ മാഷത് പറയാം, രണ്ട് ആക്ഷൻസിൽ ഒന്ന് സ്പൈനൽ റിഫ്ലക്സ് ആണ്, മറ്റൊന്ന് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അതായത് ഇപ്പോ മുള്ളു കാലുമ്പോ കൊണ്ടപ്പോ കാല് പിൻവലിച്ചത് ഇവിടെ കേന്ദ്ര കഥാപാത്രമായിട്ട് അതിന് നിയന്ത്രണം നടത്തിയത് സ്പൈനൽ കോഡാണ്, സുഷുപ്നയാണ്. അപ്പൊ ഇത് സ്പൈനൽ റിഫ്ലക്സിന് ഉദാഹരണമാണ്. അതേസമയം നമ്മുടെ മുഖത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം, ഓവർ പ്രകാശം, ഇപ്പോ വാഹനത്തിന്റെ ഒക്കെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വെച്ചാൽ, ടോർച്ച് ഒക്കെ അടിക്കുമ്പോൾ കണ്ണിലേക്ക് വെച്ചാൽ നമ്മൾ കണ്ണ് ചിമ്മും, ചിലപ്പോൾ നമ്മൾ തല വെട്ടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തേക്ക് എന്തെങ്കിലും, കണ്ണിലേക്ക് എന്തെങ്കിലും വരുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ തല വെട്ടിക്കും, കണ്ണടയ്ക്കും, കണ്ണ് ചിമ്മും. ഇതൊക്കെ സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തുടർന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രീകരണം ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റിഫ്ലക്സ് ദി പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം എന്ന് പറയുന്നത് ഇവിടെ ചൂടുള്ള നമ്മളിപ്പോ മെഴുതിരി കത്തിച്ചു വെച്ചിരിക്കുന്ന തീയിലാണ് കൈ തൊട്ടതായിട്ട്, ഫിംഗർ തൊട്ടതായിട്ട്, വിരൽ തൊട്ടതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം, ചൂടെന്ന് പറയുന്ന ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹി, റിസപ്റ്റർ, അത് ഇമ്പൾസുകളെ, ആവേഗങ്ങളെ ജനറേറ്റ് ചെയ്യും. തുടർന്ന് അത് ക്യാരീസ് ഇമ്പൾസസ് ടു ദി സ്പൈനൽ കോഡ്. സുഷുപ്നയിലേക്ക് സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ ആയിട്ട് ഈ ഇമ്പൾസുകളെ, ആവേഗങ്ങളെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. ആ എത്തിക്കുന്ന ന്യൂറോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ, സംവേദ നാഡീകോശം. ദെൻ സുഷുപ്നയിൽ എത്തിക്കഴിഞ്ഞാൽ സുഷുപ്നയിൽ ഉള്ളിലൂടെ ഈ ഇമ്പൾസുകളെ, ആവേഗങ്ങളെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിപ്പിക്കുന്നത് ഒരു ഉള്ളിലുള്ളൊരു ന്യൂറോണാണ്. അതിന്റെ പേര് ഇന്റർ ന്യൂറോൺ. അത് ബന്ധപ്പെടുന്നത് സെൻസറി ന്യൂറോണുമായും മോട്ടോർ ന്യൂറോണുമായിട്ടാണ്. ഒരറ്റം സെൻസറി ന്യൂറോൺ, മറ്റേ അറ്റം മോട്ടോർ ന്യൂറോൺ. അത് ലൊക്കേറ്റ് ചെയ്യുന്ന അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സുഷുപ്നയ്ക്ക് സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ. അതുകൊണ്ട് അതിന് പേര് വന്നു ഇന്റർ ന്യൂറോൺ. ഇത് ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദി സെൻസറി ന്യൂറോൺ ആൻഡ് ദി മോട്ടോർ ന്യൂറോൺ. അപ്പൊ രണ്ട് ന്യൂറോണുകളെ, സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന കണക്ഷനാണ് സുഷുപ്നയ്ക്കുള്ളിലുള്ള, സ്പൈനൽ കോഡിന് ഉള്ളിലുള്ള കണക്ഷൻസ് ആണ് ഇന്റർ ന്യൂറോൺ. ദെൻ ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദി സെൻസറി ഇമ്പൾസ്. ഇതുമൂലം പെട്ടെന്നുള്ള സഡൻ ആക്ഷൻ നടത്താനായിട്ട് സഹായകമാണ് ഇന്റർ ന്യൂറോണിന്റെ സാന്നിധ്യം. ദെൻ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഇമ്പൾസ് ഇന്റർ ന്യൂറോണിലൂടെ, സുഷുപ്നയില് സ്പൈനൽ കോഡിന്റെ ഉള്ളിലുള്ള ഇന്റർ ന്യൂറോണിലൂടെ രൂപപ്പെടുന്ന ആ ഇമ്പൾസ് ഉടൻ തന്നെ മോട്ടോർ ന്യൂറോൺ, അതായത് പ്രേരക ന്യൂറോണിലൂടെ ഇമ്പൾസുകൾ, പ്രേരക മോട്ടോർ ഇമ്പൾസുകളായി അത് സുഷുപ്നയ്ക്ക് പുറത്തേക്ക് കടക്കും. ക്യാരീസ് ദി ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. അത് പോകുന്നത് എവിടെയാണോ പ്രതികരണം സൃഷ്ടിക്കപ്പെടേണ്ടത് ആ ഭാഗത്തുള്ള മസിലിലേക്ക്, പേശികളിലേക്കാണ് അത് സഞ്ചരിക്കുക. അപ്പോ ആ മസിലിൽ അത് എത്തും. ദെൻ റിലേറ്റഡ് മസിൽ വിത്ത്ഡ്രോസ് ദി ഹാൻഡ് ബൈ ദി ആക്ഷൻസ് ഓഫ് ദി മസിൽ. നമ്മൾ പറയാനായിട്ട് എത്രയോ സമയം എടുത്തു, പക്ഷെ ഈ ഒരു ആക്ഷൻ നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ആക്ഷൻ നടക്കും. പറയാനായിട്ട് കൂടുതൽ സമയം എടുത്തു, പക്ഷെ നമുക്കറിയാം ചൂടുള്ള ഒരു വസ്തുവിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ ചൂടുള്ള ഒരു പാത്രത്തിൽ കൈ തൊട്ടാൽ നമ്മൾ കൈ എപ്പോ പിൻവലിച്ചെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ എന്നാ അറിയാണ്ട് നമുക്ക് പിൻവലിക്കണം. അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ, റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയാം. അതിന്റെ പാത, അതിന്റെ വഴികളാണ് ഇത് പറയുന്നത്. ഇതില് ഈ പ്രവർത്തനങ്ങളെ മൊത്തം നമ്മൾ ഒരു 5 സ്റ്റെപ്പായിട്ട് പറഞ്ഞ പ്രവർത്തനങ്ങളെ നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയും. ഇതിന്റെ വഴി, പാത്വേ, സഞ്ചാര വഴിക്ക് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. എന്തെന്ന് പറയാ? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. സഞ്ചാര പാതയ്ക്ക് റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുക. അതിലെ ആളുകൾ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുക. സ്റ്റിമുലസ്, റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽ. ഇതാണ് ആ വഴി. ആ വഴിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനിമേഷൻസ് നമുക്കിപ്പോ കാണാവുന്നതാണ്. Reflex action. Pause this. Such instances are very common in our routine life. Let's find out how this happens. Hand and spinal cord are connected through nerves. Heat is a stimulus.
On contact with heat, the receptors at the tip of the fingers get stimulated. As a result, impulses are formed. Sensory neurons carry these impulses to the spinal cord. In the spinal cord, impulses enter interneuron, which connects sensory neuron and motor neuron. When these impulses reach the muscles of hand through the motor neuron, the hand is withdrawn quickly. Thus, the impulses complete the circuit through the spinal cord. The instruction to withdraw hand comes from spinal cord, so the response happens quickly. Subsequently, impulses reach brain. The accidental and involuntary response towards stimuli are called reflex action. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിത്യജീവിതത്തിൽ സാധാരണയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. കൈയും സുഷുമ്നയും തമ്മിൽ നാഡികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചൂട് ഒരു ഉദ്ദീപനമാണ്. ചൂട് തട്ടുമ്പോൾ വിരലിന്റെ അഗ്രത്തിലുള്ള ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. തൽഫലമായി ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങളെ സംവേദ ന്യൂറോൺ സുഷുമ്നയിലെത്തിക്കുന്നു. സുഷുമ്നയിൽ സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർ ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ കടക്കുന്നു. ആവേഗങ്ങൾ പ്രേരക ന്യൂറോണിലൂടെ കൈകളിലെ പേശികളിലെത്തുമ്പോൾ കൈ അതിവേഗം പിൻവലിക്കുന്നു. ഇങ്ങനെ ആവേഗങ്ങൾ സുഷുമ്നയിലൂടെ സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. സുഷുമ്നയിൽ നിന്നാണ് കൈ പിൻവലിക്കാനുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതികരണം അതിവേഗത്തിലാകുന്നു. പിന്നീടാണ് ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത്. ഇത്തരത്തിൽ ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈഷ്ഠികമായും നടക്കുന്ന പ്രവർത്തനമാണ് റിഫ്ലെക്സ് ആക്ഷൻ. തുടർന്ന് നമ്മളിപ്പോൾ കണ്ട റിഫ്ലക്സ് പ്രവർത്തനം, അതിൻ്റെ റിഫ്ലക്സ് ആക്ഷൻ ഉദ്ദീപനത്തിനനുസരിച്ച് അനൈച്ഛികമായും ആകസ്മികമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, ദി ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് സ്റ്റിമുലൈ ആർ കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട്, ഇത് നമ്മൾ വിക്ടേഴ്സ് ചാനലിലൂടെ വന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്യാത്തവർ കൃത്യമായി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇത് രേഖപ്പെടുത്തണം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഡേറ്റ് ഇട്ടുകൊണ്ട്, ക്ലാസിന്റെ ഡേറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ എഴുതണം. ഈ വർക്ക് നിങ്ങൾ ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മുൻപ് ഞാൻ നോട്ടുകൾ തന്നിട്ടുണ്ട്, എങ്കിൽ കൂടി ഈ ഡേറ്റ് ഇട്ട് ഒന്നുകൂടെ നിങ്ങൾ ഈ പറയുന്ന ആശയങ്ങൾ വരാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതണം. അത് നമുക്ക് ദോഷമാവില്ല, നന്നാവുള്ളൂ. കൂടുതൽ നമ്മൾ എത്ര ആവർത്തിച്ച് നിങ്ങൾ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ഗുണകരമാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ പൂരിപ്പിക്കണം. ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് വെച്ച് തുടങ്ങുന്ന ഫ്ലോ ചാർട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. റിഫ്ലക്സ് ആർക്കാണ്, അതായത് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ സഞ്ചാരപാതയെ കാണിക്കുന്ന ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ സ്പൈനൽ കോഡുമായി സുഷുപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യണം. ബ്രെയിനുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ് വിക്ടേഴ്സ് ചാനലിലൂടെയും. തൊട്ട് മുമ്പ് ഞാനും നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിക്ടേഴ്സ് ചാനലിൽ തുടർന്ന് ഞാൻ തന്നിരുന്നു. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വിക്ടേഴ്സ് ചാനലിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ കാണണം. ആ ക്ലാസ്സിനെ തുടർന്ന് ആ ക്ലാസ്സിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ചില ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാഷ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ കാണണം, അതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഏതെങ്കിലും ഒന്ന് കണ്ടാൽ പോരാ, രണ്ടും കാണണം. വിക്ടേഴ്സ് ചാനൽ നിർബന്ധമായും കാണണം. ഒപ്പം മാഷ് നൽകുന്ന ഈ ക്ലാസ്സും നിങ്ങൾ കേൾക്കണം. ഒരു റിവിഷനായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുകയും വേണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാഷെ വിളിക്കുക. ഫോണിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. കുറേ പേരൊക്കെ നോട്ടൊക്കെ എഴുതി അയച്ചു തരുന്നുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി നമുക്ക് അയച്ചു തരാനുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്കൂളിലൂടെ ഇപ്പോൾ നൽകുന്ന ഈ ക്ലാസ്സുകളുമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, നന്നായി പഠിക്കുക. കാലഘട്ടത്തിനെയും നമ്മൾ അതിജീവിക്കും. ഓക്കെ, താങ്ക് യു.